Hello dear students, welcome back to Franklin's Lectures. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ സർ. അപ്പോൾ മക്കളെ നിങ്ങൾ S4ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ, 4th സെമസ്റ്റർ. അപ്പോൾ നിങ്ങളുടെ ബിടെക്കിന്റെ 4 വർഷമാണ്, അതിൽ രണ്ടാമത്തെ വർഷം നിങ്ങൾ ഏകദേശം അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ മക്കളെ നിങ്ങളുടെ സബ്ജക്ട്സിനെ കുറിച്ച് നിങ്ങളിൽ പലർക്കും ഇപ്പോഴും യാതൊരുവിധ ഐഡിയയും ഇല്ല. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിലബസ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളുടെ സിലബസിനെ കുറിച്ചും എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളതിനെ കുറിച്ചും, ഈസി ആണോ ടഫ് ആണോ, തിയറി ആണോ പ്രോബ്ലമാറ്റിക് ആണോ, എങ്ങനെ പാസ്സാവാം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ, നമ്മുടെ S4 സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ആണുള്ളത്. അതിൽ 4 കോർ സബ്ജക്ട്സും 2 നോൺ കോർ സബ്ജക്റ്റും. ഓക്കെ, അതിൽ 4 കോർ സബ്ജക്റ്റിൽ 1 മാത്തമാറ്റിക്സ് ആണ്. അത് കഴിഞ്ഞാൽ 3 സബ്ജക്റ്റ് ആണ് പ്യുവർ സിവിൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് സബ്ജക്ട് വരുന്നത്. ആ 3 സബ്ജക്ട്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിന്റെ ഒരു ടഫ്നെസ്, ഈസിനെസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ S4 നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും വരുന്നത് 100 മാർക്കിനാണ്. 3 മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഓക്കെ, ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കാണ്. അതിൽ നിങ്ങൾക്ക് അസൈൻമെന്റ്, അറ്റൻഡൻസ് ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ സീരീസ് എക്സാം. ഓക്കെ, സീരീസ് എക്സാം എന്ന് പറയുന്നത് 1.5 മണിക്കൂറിന് 2 സീരീസ് എക്സാം ആണ് നടക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ഞാൻ ഓരോ സബ്ജക്റ്റ് ആയിട്ട് പോവാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ജിയോളജി. മക്കളെ, ജിയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഭൂമിയെക്കുറിച്ച്, എർത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ജിയോളജി. അപ്പൊ ജിയോളജി എങ്ങനെ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓൾമോസ്റ്റ് എന്താ എല്ലാം എർത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്കിക്കേടാ, എർത്തിനെ കുറിച്ചും അതിലെ റിവേഴ്സിനെ കുറിച്ചും സോയിലിനെ കുറിച്ചും അതേപോലെ വെതറിങ്, പണ്ട് നമ്മൾ ജിയോഗ്രഫിയിലൊക്കെ പഠിക്കുന്നില്ലേ, അതാണ് സംഭവം. പിന്നെ അതേപോലെ ഇന്റേണൽ പ്രോസസ് ഓഫ് എർത്ത്, അതായത് എർത്ത് ക്വേക്സ്, അതേപോലെ സീസ്മിക് വേവ്സ് അല്ലെ, അതേപോലെ സീസ്മിക് സോൺസ് ഓഫ് ഇന്ത്യ അല്ലെ. ചില സ്ഥലങ്ങളിൽ ഭൂമികുലുക്കം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ആ സിവിൽ എഞ്ചിനീയർ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഭൂമികുലുക്കം ഉണ്ടാവാൻ സാധ്യത സ്ഥലത്ത് ഒരു സിവിൽ എഞ്ചിനീയറിന്റെ ബിൽഡിംഗ് വെച്ചുള്ള അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ ഇതൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? അതേപോലെ ഹൈഡ്രോ ജിയോളജി, അതായത് നമ്മുടെ ഭൂമിയിൽ വെള്ളമുണ്ട്, ഭൂമിക്കടിയിൽ വെള്ളമുണ്ടെന്നുള്ള കാര്യം അറിയാലോ. ഈ ഭൂമിക്കടിയിലെ വെള്ളം, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. സോ ഹൈഡ്രോ ജിയോളജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളുടെ റിസർച്ചിലൊക്കെ ഭൂമിയുടെ സർഫസിൽ നിന്നും എത്ര താഴ്ചയിൽ വെള്ളമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ മിനറലോജി. ഓക്കെ, മിനറലോജി. ക്ലിയർ? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആക്ച്വലി ഇതാ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ പെട്രോളജി എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ റോക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ് അല്ലെ, അതിനെ കുറിച്ച് പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഇവിടെ പെട്രോളജിയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് മൊഡ്യൂൾ 4 ആണ്. അടുത്ത മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സ്ട്രക്ചറൽ ജിയോളജി. അവിടെ നമ്മൾ പഠിക്കുന്നത് റോക്സിനെ കുറിച്ചാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഭൂമിയിലെ ആ ഒരു സ്ട്രക്ചറൽ ജിയോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ കുറച്ച് ഇൻസ്ട്രുമെന്റേഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ക്ലീനോമീറ്റർ കോമ്പസ്, അതേപോലെ ബ്രെൻടൺ കോമ്പസ്, ഓക്കെ, അതേപോലെ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് 5ാമത്തെ മൊഡ്യൂളാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എന്നെ എപ്പോഴും അതിശയിപ്പിച്ച ഒരു കാര്യമാണ് ഡാംസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാം സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെ. എങ്ങനെ ഒരു നദിയുടെ കുറുകെ ഇത്ര വലിയ ഡാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നു. വാവ്, മുല്ലപ്പെരിയാറിന്റെ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര 50 വർഷം കാലാവധി പറഞ്ഞ മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴുണ്ട്, ഒരു പ്രശ്നമില്ല. ഓക്കെ, ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ജിയോളജി എന്ന് പറയുന്ന സബ്ജക്ട്. വളരെ ഇൻട്രസ്റ്റിംഗ്, നമുക്ക് പഠിക്കാം. ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തിയറി സബ്ജക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, തിയറി സബ്ജക്റ്റ് ആണ്. ഓക്കെ മക്കളെ, ഓക്കെ, ഇത് തിയറി സബ്ജക്റ്റ് ആണ്. ക്ലിയർ? ഓക്കെ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കറക്റ്റായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. ഫിഗേഴ്സ് മസ്റ്റ് ആയിട്ട് വരയ്ക്കുക, കറക്റ്റായിട്ട് ലേബൽ ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1. ഇനി വരുന്ന അടുത്ത സെമസ്റ്റേഴ്സിൽ നിങ്ങൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2 നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു തിയറി ആസ് വെൽ ആസ് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. കാരണം ന്യൂമറിക്കൽസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയല്ല, ഉറപ്പായിട്ട് വരും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലാണ് വരുന്നത്. ഓക്കെ, സോ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ മെയിൻ ആയിട്ട് സോയിലിനെ കുറിച്ച് പഠിക്കണം. നിങ്ങൾക്കറിയാം, ഏതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് സോയിലിന്റെ പുറത്ത് അല്ലെ, തറയില, ഭൂമിയിലാണ്, എർത്തിലാണ് അല്ലെ. അപ്പം നേച്ചർ ഓഫ് സോയിൽ, അതേപോലെ അതിന്റെ ഫംഗ്ഷൻ റിലേഷൻഷിപ്പ്, അതിലെ വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, അപ്പൊ അതിൽ കുറെ മെക്കാനിക്സ് ഉണ്ട്. ആ മെക്കാനിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നിങ്ങൾക്ക് വരുന്നത് മൊഡ്യൂൾ 2 വരുന്ന ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്.
ഓക്കെ, ഇതിലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പഠിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് സോയിൽ. ഇപ്പൊ സോയിലുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്സ് ലോ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതേപോലെ പെർമിബിലിറ്റീസ് ഓഫ് സോയിൽസ്, then അത് ഡാർസിസ് ലോ, അതേപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിബിലിറ്റി, then അതിൽ കുറെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് സോയിൽസ്. ക്ലിയർ അല്ലടാ? ഇതിലെല്ലാം എന്താണ്? ന്യൂമറിക്കൽ പ്രോബ്ലംസാ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് എയിൽ തിയറി ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ വളരെയധികം ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുന്ന ഒരു കോർ പേപ്പറാണ്, വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ പേപ്പറാണ്. ഇതെന്ന് പറയുന്നത് ഗേറ്റ് ഇമ്പോർട്ടൻസ് ഉള്ള കോർ പേപ്പറാണ്. അതേപോലെ ഇതിൽ നിന്നും നല്ല മാർക്കിന് ചോദിക്കുന്ന ന്യൂമറിക്കൽസ് ആണ്. സോ മക്കളെ കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ക്ലിയർ? അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് എന്താണ്? സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് മൊഡ്യൂൾ 4 എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി, അതേപോലെ തന്നെ കംപ്രഷൻ ഇൻഡെക്സ്, then ടൈം ഫാക്ടർ, ടെസാക്സിക്സ് തിയറി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ കോമ്പാക്ഷൻ ഓഫ് സോയിൽസ്, ഇതെല്ലാം പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് സോയിൽസ് ആണ്. സോ ഇവിടെ കുറച്ചുകൂടെ എന്താണ്? റിയൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. ഓക്കെ, മറ്റവിടെ അങ്ങനെയല്ല, കുറച്ച് ജിയോളജി ജിയോഗ്രഫി ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പ്യുവർലി എഞ്ചിനീയറിംഗ് ആണ്. കാരണം ഈ സബ്ജക്ട് ഒരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിംഗ്, അല്ലെങ്കിൽ നാളെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചർ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചർ അത് ഫെയിലിയർ ആയി പോകും മക്കളെ. അങ്ങനെ ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, നിങ്ങളുടെ കാര്യം ക്ലോസ്. ഓക്കെ, അതുകൊണ്ട് സിവിൽ എഞ്ചിനീയേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പഠിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ദെയർ പ്രാക്ടീസ് ഓൺ ഹ്യൂമൻ ബീങ്സ്, അല്ലെ, ലിവിങ് ബീങ്സ്, അല്ലെ. പക്ഷേ ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഭൂമിയിലാണ് ഒരു സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ സ്ട്രക്ചേഴ്സിലാണ് മനുഷ്യന്മാർ ജീവിക്കുന്നതും വർക്ക് ചെയ്യുന്നതുമെല്ലാം. ഒരു ഫാക്ടറി ഒരു കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ഫാക്ടറിയിൽ ഒരുപാട് മെഷീൻസ് ഉണ്ട്, ഒരുപാട് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ അവരിലേക്ക് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്ത സിവിൽ എഞ്ചിനീയർ ഡ്യൂട്ടിയാണ് മക്കളെ. അത് ശ്രദ്ധിക്കുക. സോ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ക്ലിയർ? അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴും അവിടെ എന്തുണ്ട്? ഓക്കെ, അത് നമുക്ക് ആക്ച്വലി ഒരു തിയറി സബ്ജക്റ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ പറയുമ്പോൾ അവിടെ തിയറി സബ്ജക്റ്റ് ആണ്, കൂടാതെ അവിടെ പ്രോബ്ലംസും വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പറയുമ്പോഴത്തേക്കും റെയിൽവേ, അതേപോലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അല്ലെ. ഹൈവേ കണ്ടോ, ഇൻട്രൊഡക്ഷൻ ടു ഹൈവേ മെറ്റീരിയൽസ്. അതേപോലെ നോക്കിയ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഡിസൈൻ ഓഫ് ഹൈവേ ക്രോസ് സെക്ഷൻ എലമെന്റ്സ്. ഓക്കെ, ട്രാൻസിഷൻ കർവ്. ഓക്കെ, ദെൻ അതേപോലെ ട്രാഫിക് എഞ്ചിനീയറിംഗ് പറയുമ്പോൾ ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് അത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നാളെ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആരാടാ? സിവിൽ എഞ്ചിനീയേഴ്സാ, അല്ലെ. സിവിൽ എഞ്ചിനീയേഴ്സാണ് അതിന്റെ മെയിനിൽ വരുന്നത്. സോ ഈ കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. റെയിൽവേ എഞ്ചിനീയറിംഗ്, അതേപോലെ എയർപോർട്ട് എഞ്ചിനീയറിംഗ്, അല്ലെ. എയർപോർട്ട് എഞ്ചിനീയറിംഗ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കമ്പോണൻസ് ഓഫ് എയർപോർട്ട്, സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എയർപോർട്ട്, അല്ലെ. എല്ലാ സ്ഥലത്തും കൊണ്ട് എയർപോർട്ട് വെക്കാൻ പറ്റൂടാ? ഒരിക്കലില്ല. എയർപോർട്ട് വെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് അത്ര പ്രത്യേകത ഉള്ള സ്ഥലമായിരിക്കണം. അപ്പൊ അതൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പൊ S4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ മക്കളെ ഇതൊക്കെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. അത്യാവശ്യം നല്ല ടഫ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് മാറ്റി പഠിക്കാനായിട്ട് പറ്റും. എങ്ങനെ ഈസി ആയിട്ട് മാറ്റി പഠിക്കാനായിട്ട് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ ഓരോ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയുടെ തലേ ദിവസമല്ല പോയിരുന്ന് പഠിക്കേണ്ടത്. ആദ്യമേ പഠിച്ചു തുടങ്ങുക. ഇന്റർണൽ എക്സാമിനെല്ലാം മാർക്ക് മേടിക്കുക. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പാസ്സാവാം. ഓക്കെ, സോ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബാച്ചാണ് S4 മംഗൽ ബാച്ച്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, സോ സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ S4 മംഗൽ ബാച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പത്തെ സെമസ്റ്റേഴ്സിൽ ഇതുവരെ ബഡീസ് പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ ഇല്ലായിരുന്നു. ആദ്യമായി നമ്മൾ നമ്മുടെ സെമസ്റ്റേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാനാണ് ബഡീസ് പ്ലാൻ. ആൻഡ് വാട്ട് ഈസ് ബഡീസ് പ്ലാൻ? ഹു ഈസ് യുവർ ബഡി? നിങ്ങൾക്ക് എത്ര ബഡീസ് ഉണ്ട്? ഓക്കെ, ബഡീസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്ലാൻ ഫോർ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ പ്ലാൻ ഫോർ ഹോസ്റ്റൽ മേറ്റ്സ്. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുന്നത് ബഡീസ് പ്ലാനിൽ 4 സ്റ്റുഡൻസിന് ഒരുമിച്ച് നമ്മുടെ S4 മംഗൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. S4 മംഗൽ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതിൽ നിന്ന് നമ്മൾ തരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സസ് ആണ്. ലൈവ് ക്ലാസ്സസ് മാത്രമല്ല റെക്കോർഡ് ക്ലാസ് തരുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ് മാത്രമല്ല നോട്ട്സ് തരുന്നുണ്ട് മക്കളെ. സോ ഈ ക്ലാസ് നിങ്ങൾ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികമാണ്. നിങ്ങൾ അത്രമാത്രം റിച്ച് കോൺസെപ്റ്റ് ഉണ്ടാവും. സോ ഏതൊരു ഇന്റർവ്യൂവിൽ പോയാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പറ്റും. സോ ഇത്രമാത്രം നല്ല ഹൈ ക്വാളിറ്റി കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത്രമാത്രം നിങ്ങൾക്ക് റിച്ച് കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നാളെ ആരെന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് ഉത്തരം പറയാം. ഹയർ സ്റ്റഡീസിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും.
സോ 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചു, പാസ്സായി അല്ലെങ്കിൽ തോറ്റു, 4 കൊല്ലം കഴിഞ്ഞ് വന്നു അല്ലെ. ഈ 4 കൊല്ലത്തെ സമയം പോയതാ. അപ്പൊ 4 കൊല്ലം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യൂ എ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ S4 മംഗൽ ബാച്ചിലേക്ക്. സോ S4 മംഗൽ ബാച്ചിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, S4 മംഗൽ ബാച്ചിൽ നിങ്ങൾക്ക് ഡയമണ്ട് പ്ലാൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും കിട്ടും അല്ലെ. ഓൾ സബ്ജക്ട്സ്, കോർ സബ്ജക്ട് പ്ലസ് 2 ഫ്രീ നോൺ കോർ സബ്ജക്ട്സും കിട്ടും. ഇവിടെ ആക്ച്വലി നിങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത് 6,999 rupees ആണ്. റുപ്പീസ് 6,999 ആണ് അല്ലെ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഓൾ സബ്ജക്ട്സ് കിട്ടും, എല്ലാ സബ്ജക്റ്റും കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഡിവിജ്വൽ സബ്ജക്ട് മതി, ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഡിവിജ്വൽ സബ്ജക്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. ദാറ്റ് ഈസ് റുപ്പീസ് 2,999 ഫോർ ഇൻഡിവിജ്വൽ സബ്ജക്ട്സ്, ഓക്കെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് എടുക്കാം സിൽവർ പ്ലാനിൽ. ആൻഡ് വാട്ട് ഈസ് ബഡീസ് പ്ലാൻ? ബഡീസ് പ്ലാൻ ഈസ് സ്പെഷ്യൽ പ്ലാൻ. അതായത് 4 ഫ്രണ്ട്സിന് ഒരുമിച്ച് എടുക്കാൻ പറ്റിയ പ്ലാനാണ് ബഡീസ് പ്ലാൻ. 4 ഫ്രണ്ട്സിനും ഇൻഡിവിജ്വൽ ആക്സസ് കിട്ടും. അപ്പം നിങ്ങൾ 4 ഫ്രണ്ട്സ് ഒരുമിച്ച് ചേർന്ന് ഈ പറയുന്ന S4 മംഗൽ ബാച്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ 4 പേർക്ക് മൊത്തമാവുന്നത് റുപ്പീസ് 23,000 മാത്രമാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ 699 into 4 എന്ന് പറയുമ്പോഴത്തെ നിങ്ങൾക്ക് 28,000 ആവുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 4 ഫ്രണ്ട്സ് കൂടെ ചേർന്നെടുക്കുമ്പോൾ ബഡീസ് പ്ലാൻ യൂസ് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ നേടുമ്പോഴേക്ക് നിങ്ങൾക്ക് വെറും 23,000 ആകുന്നുള്ളൂ. അതായത് നിങ്ങൾ ഒരാൾ വെറും റുപ്പീസ് 5750 മാത്രം മുടക്കിയാൽ മതി. അതായത് ഇവിടെ നോക്കിക്കേ 7,000 രൂപയാണ്. ഇവിടെ നോക്കിക്കേ ബഡീസ് പ്ലാൻ ആണെങ്കിൽ 5,750 രൂപ മാത്രം നിങ്ങൾ ഒരാൾ മുടക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യു ആർ സേവിംഗ് റുപ്പീസ് 1,250 when you join in buddies plan with your friends, with your buddies. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഇതാണ് നമ്മുടെ ബഡീസ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലടാ? അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കൂ. വെറും 5,750 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ 4 ഫ്രണ്ട്സുമായിട്ട് വരിക, ബഡീസ് പ്ലാൻ എടുക്കുക. 4 പേരും ഇൻഡിവിജ്വൽ ആക്സസ് കിട്ടും. 4 പേര് നന്നായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. മൊഡ്യൂൾ വൈസ് നമ്മുടെ റിവിഷൻ ഉണ്ടാവും. എല്ലാ റിവിഷനും പങ്കെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. കൂടാതെ ക്രാഷ് കോഴ്സ് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല മൊഡ്യൂൾ വൈസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 9074745741. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കുക. ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ജാനുവരി 23rd വരെ മാത്രമേ ഉള്ളൂ. ഓക്കെ, ജാനുവരി 23rd വരെ മാത്രമാണ് ഈ ബഡീസ് പ്ലാൻ ഉണ്ടാവുക. സോ ടോക്ക് വിത്ത് യുവർ ബഡീസ് ആൻഡ് മേക്ക് ദം ജോയിൻ. ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ച് വളരുക. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. S4 നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം, സൂപ്പർ ആയിട്ട് പഠിക്കാം മക്കളെ, ഒന്നുകൊണ്ട് മേടിക്കണ്ട. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.